അപ്പൊ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എല്ലാരും കണ്ടെന്ന് കരുതുന്നു. അപ്പോ നിങ്ങൾക്കായിട്ട് ഇതാ പാർട്ട് 3 വന്നിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് എന്റെ ജീവിതം. സാലറിയും കിട്ടില്ല, ഒരു മാസം സാലറി കിട്ടുള്ളൂ. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ദിലീപ്, ദിസ് ഇസ് അവർ ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. അപ്പോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തായാലും ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് ഇനി വീഡിയോ ഫസ്റ്റ് ആൻഡ് 2 കാണാത്തവർ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കാണാൻ പറ്റുള്ളൂ, ഈ KGF 3 കാണാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. എന്നുണ്ടെങ്കിൽ നമുക്ക് FIR കംപ്ലൈന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു TME ഒരു പയ്യനുണ്ട്, തമിഴ്നാട്ടുകാരൻ. അവന്റെ അച്ഛൻ SI ആണ്, തമിഴ്നാട്ടിലെ SI ആണ്. ആ പയ്യനടക്കം പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. ആ പയ്യനടക്കം ഏകദേശം 8 മാസത്തോളം നിന്നിട്ട് ലാസ്റ്റ് അവനെ സപ്ലൈ ബോട്ടിൽ കയറാനുള്ള എഗ്രിമെന്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവനും വേറെ വഴിയില്ല. അച്ഛൻ ചീത്ത പറയും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്തതാണ്, എങ്ങനെയെങ്കിലും കപ്പലിൽ കയറി പോയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. വീട്ടുകാർക്ക് പറയാം ഞാൻ മർച്ചന്റ് നേവിയിലാണ്, സപ്ലൈ ബോട്ടിലാണ്, അതൊന്നും അവരും അറിയില്ല, ഏത് റാങ്കാണെന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് അവൻ അതിലേക്ക് പോകാൻ തയ്യാറായിട്ട് അങ്ങനെ ഇരിക്കെ നമ്മളെന്താക്കി, അടുത്ത ദിവസം രാവിലെ നമ്മൾ നേരെ ആ മറ്റേ ഏജന്റ്, അതായത് ആ ക്യാപ്റ്റന്റെ ഓഫീസിലേക്ക് നമ്മൾ അങ്ങ് പോയി. അങ്ങനെ നമ്മൾ രാവിലെ അവിടെ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഷട്ടർ പൂട്ടിനി. 10 മണിയോളായി, ഷട്ടർ പൂട്ടിയിട്ടുള്ള വേറെ ആരും പുറത്തില്ല. പിന്നെ നമ്മളെല്ലാം ഇങ്ങനെ നോക്കി, എന്താ ഷട്ടർ പൂട്ടിയിട്ടൊന്നും. മേലെ ബോർഡ് നോക്കുമ്പോൾ ബോർഡും ഇല്ല ഒന്നുമില്ല. നമുക്ക് ആകെ പേടിയായി, സംഭവം എന്നാ. എന്നിട്ട് നമ്മൾ ഒന്നും നോക്കിയില്ല. അവിടെ പൂട്ടുണ്ടായിരുന്നു, പൂട്ട് തുറക്കാൻ പറ്റില്ല. പൂട്ട് തല്ലി പൊളിച്ച്, പൂട്ട് അവിടുത്തെ ഒരു കല്ലുണ്ടായിരുന്നു, ഒരു കമ്പി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് പൊട്ടിച്ച് തുറക്കുമ്പോൾ ഈ സൈഡിലുള്ള കുറെ കടക്കാരെല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും പേരില്ലേ, അപ്പൊ എന്ന് പറഞ്ഞാൽ ആരും വന്ന് ചോദിക്കാൻ നിൽക്കില്ല. എന്നിട്ട് നമ്മള് എന്താ പറയേണ്ടത്, ഇത് ഗ്രിൽസും തുറന്ന് ഇതും തുറന്നിട്ട് അകത്ത് കയറി ഡോറും തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ഫുള്ള് കാലി. അങ്ങനത്തെ ഒരു ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഇല്ല. നോക്കുമ്പോ കുറെ സ്ക്രാപ്പ് പേപ്പർ, കുറെ പേപ്പർ കത്തിച്ചിട്ട് അതിന്റെ ആഷസ് അവിടെ ഒരു ബോക്സിലിട്ട് വെച്ചിന്, ഒരു ലൂബോയിന്റെ ഡ്രമ്മിന്റെ അകത്ത്, ഇരുമ്പ് ഡ്രമ്മിന്റെ അകത്ത്. ഉള്ളിൽ ലാപ്ടോപ്പോ കാര്യങ്ങളോ കമ്പ്യൂട്ടറോ ചെയറോ ഒന്നുമില്ല, ഒരു തെളിവും ഇല്ല, ഒരു സംഭവവും ഇല്ല, ഒരു പേപ്പർ പോലും ഇല്ല ചുമരില്. എല്ലാം മായ്ച്ചിട്ട് ഇവൻ മുങ്ങി ക്യാപ്റ്റൻ. അതായത് നമ്മൾ ഇത്രയും പേര് വന്നു കഴിയുമ്പോൾ, നമ്മൾ ഇത്രയും പേരെ പൈസ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എന്താ പറയേണ്ടത്, ഒരു 30 ലക്ഷം 35 ലക്ഷത്തിന്റെ മേലെ ഉണ്ടാവും നമ്മളെല്ലാവരുടെ അടുക്കുന്ന വാങ്ങിച്ച പൈസ. അപ്പോ ഇവനെ നോക്കുമ്പോ ഇവനില്ല, ഇവന്റെ അഡ്രസ് ഇല്ല, ഒന്നുമില്ല, ബോർഡിലും ഒന്നുമില്ല. അപ്പോ നമ്മളാകെ ടെൻഷനായി. ഓരോ കുട്ടികളൊക്കെ കരയാളായി അവിടുന്ന് അടുത്തിരുന്നിട്ട് ഞാൻ എന്റെ തലക്കം കൈവച്ച് ഞാൻ ഒറ്റ ഇരുത്തും അവിടെ. അപ്പോ അവസാനം പറഞ്ഞു, നമ്മള് തെറ്റ് ചെയ്തതാണോ, നമ്മൾ തെറ്റ് പറ്റിപ്പോയതാണ്, നമ്മൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല, അതുകൊണ്ടല്ലേ അവൻ പോയത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവൻ പോക്ക് ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ളവനാണെങ്കിൽ നമുക്ക് ചെയ്തു തരില്ലേ വേണ്ട. അവന് മുങ്ങണം എന്ന് പറഞ്ഞിട്ട് അവന് മുന്നേ അവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവൻ ഇതുപോലെ നമ്മളല്ലാതെ വേറെയും കുട്ടികളുണ്ടാവും, അവരുടെ ഇതുപോലെ പൈസ വാങ്ങിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് പൈസയും കൊണ്ടായിരിക്കും അവൻ മുങ്ങിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ കുറെ തപ്പി, ഒന്നും നടന്നിട്ടില്ല. അവസാനം പുറത്തു വന്നു. അപ്പൊ പുറത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഓഫീസിന്റെ പുറത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. മുഖത്തും നോക്കി ആകാശവും നോക്കി അവിടെയും നോക്കി എന്താ അടുത്ത എന്താണ് ചെയ്യാന്നുള്ള ഒന്നും അറിയാതെ. വീട്ടിൽ നിന്നൊക്കെ ഫോൺ വരുന്നില്ല, ആരും ഫോണും എടുക്കുന്നില്ല, എല്ലാം കട്ടാക്കി വിട്ട്. ഞാനൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പെട്ടെന്ന് ഇവര് 4 പേര് വരികയാണ്, നല്ല കുട്ടപ്പനായിട്ട് ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് നല്ല ഓഫീസർ ലുക്കിൽ വരികയാണ്. വന്നപ്പാടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വന്ന് എല്ലാം ഇവന്മാരെ കോളറും പിടിച്ച് 4 ചാമ്പ്യം കൊടുത്തു, നല്ല പോലെ ഇടിയങ്ങ് കൊടുത്തു വിട്ട്. 4 എണ്ണത്തിന് എല്ലാം കൂടി ഇടിയൊക്കെ കൊടുത്ത് അതിന്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ട് ഉള്ളിലിട്ടിട്ട് പുറത്ത് വാതിലും പൂട്ടി ഞങ്ങൾ അകത്ത് നിന്നിട്ട് നമ്മൾ ചോദിച്ചു, നീ ഏതാടാ നിന്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞപ്പോ ഇവരൊക്കെ ഡീറ്റെയിൽസ് അറിയുന്ന അപ്പോഴാണ്. ഇവരൊന്നും ഷിപ്പിൽ കണ്ടതുപോലും ഇല്ല. എന്നെ കയറ്റിയ സെക്കൻഡ് എഞ്ചിൻ പറഞ്ഞില്ലേ, ആ നാറി ഒരൊറ്റ ഷിപ്പിൽ അവൻ വൈപ്പറായിട്ട് കയറിയവനാണ്. കയറിയിട്ട് ഇതുപോലെ GP റേറ്റിംഗ് കഴിഞ്ഞ് വൈപ്പറായിട്ട് കയറി, ട്രെയിനിൽ വൈപ്പറായിട്ട് ഒരൊറ്റ ഷിപ്പ് അടിച്ചതാണ്. ഇതുപോലെ ഈ ക്യാപ്റ്റൻ ആക്കി കൊടുത്തതാണ് ഇവന്മാരെ. അപ്പൊ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ കാൻഡിഡേറ്റ്സ് തന്നെയാണ് അവരും. പക്ഷെ ഇവനൊക്കെ ഷിപ്പിൽ പിന്നെ അതിന് ശേഷം പോയിട്ടില്ല. അപ്പൊ ഈ പൈസ കണ്ട്, ഈ ദൂരത്ത് കണ്ട് ഇവനൊക്കെ അതിൽ മതിമറന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന പൈസയല്ലേ, ഇങ്ങനെ വായി കുറച്ച് അടിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നതാണെങ്കിൽ ആൾക്കാരെ കിട്ടും, അതുപോലെ അതിനകത്ത് പൈസ കിട്ടും. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് കള്ളും കഞ്ചാവും ഇതും പരിപാടി എല്ലാം.
അപ്പൊ ഇങ്ങനെയുള്ള സംഭവം ഇവർക്ക് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇഷ്ടപ്പെട്ടു പോകാൻ ഇതന്നെ അവർ തുടർന്നു. അതായത് 10-12 കൊല്ലമായിട്ട് ഇത് തന്നെ പരിപാടി. ഇപ്രാവശ്യം ഈ ക്യാപ്റ്റൻ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ ക്യാപ്റ്റനെ പിടിക്കും, ഇല്ലെങ്കിൽ അടുത്ത ചീഫ് എഞ്ചിനീയർ പിടിക്കും, സൂപ്രണ്ടന്റിനെ പിടിക്കും. അങ്ങനെ ഓരോ അണ്ടറിൽ വർക്ക് ചെയ്ത് ഇവരിങ്ങനെ പൈസ കണ്ടുകൊണ്ട് ഇവർക്ക് ആദ്യ ശീലമായി. അവസാനം ഇവന്മാർക്കിട്ട് നല്ല പോലെ ഒന്ന് താങ്ങി, എന്നിട്ട് പറഞ്ഞു നമ്മളെ പൈസ ഇല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് പോകൂല, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകൂല. ആ മറാഠി കുട്ടി നല്ല പോലെ ചാമ്പി. എന്നിട്ട് പറഞ്ഞു പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങൾ 4 എണ്ണത്തിന് എടുത്ത് ജയിലിടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ദിവസം നമുക്ക് പിന്നെ ഒരു 2 ദിവസം പരിപാടിയില്ല, നിന്റെ ഇതേ ക്യാപ്റ്റൻ 2 ദിവസം പരിപാടിയും പറഞ്ഞിട്ടാണ് മുങ്ങിയത്. ഇനി നിങ്ങളും കൂടി മുങ്ങാനാണോ? ഇവരെ വിട്ടിച്ചില്ല, ഇവരെ ഏടിയും പോകാൻ പറ്റില്ല. ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നേരെ നമ്മൾ റൂമിൽ കൊണ്ടിട്ടു. റൂമിൽ നമ്മളൊരു സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഒരാള് ഉറങ്ങാണ്ട് കാത്തുക്കും. ഇവർ രാത്രി എങ്ങനെ മുങ്ങിപ്പോയാലും. എന്നിട്ട് വാതിൽ അകത്തുനിന്നും പുറത്തുനിന്നും പൂട്ടിയിട്ട് എന്താ പറയാ താക്കോൽ നമ്മുടെ കയ്യിൽ വെക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. ഇവന്മാര് പൈസ തരാതെ പോകില്ല. അങ്ങനെ ഓരോ ദിവസവും ഇവന്മാര് വീട്ടിലൊക്കെ വിളിച്ച് വീട്ടിലെ സ്ഥലവും ഇതൊക്കെ വിറ്റ് അവന്മാര് ഓരോരുത്തർക്ക് സെറ്റിൽ ചെയ്തു. എന്റെ അടുക്ക പൈസ തന്നിട്ട് പറഞ്ഞു 60,000 തന്നിട്ട് പറഞ്ഞു, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് 60,000 തന്നിട്ട് പറഞ്ഞു നീ ഇതിപ്പോ എടുത്തിട്ട് പോ, എന്നിട്ട് ബാക്കി പൈസ ഞാൻ തരാം. അങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട, ബാക്കി എന്റെ പൈസ മൊത്തം സെറ്റിൽ ചെയ്താലും ഞാൻ തെപ്പോളൂ ഇടുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് സെറ്റിൽമെന്റ് ഇപ്പൊ ഓരോരുത്തർക്കെല്ലാം 4 ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ട് പോയവരെല്ലാം ഉണ്ടായി. ഫ്ലീറ്റ് മാനേജ്മെന്റ് എന്നെല്ലാം പറഞ്ഞിട്ട് കയറ്റിയവരൊക്കെ ഉണ്ട്. 4 ലക്ഷം വാങ്ങിച്ചിട്ട് TME ചെക്കനെ വൈപ്പറായിട്ട് ട്രെയിനി വൈപ്പറായിട്ട് കയറ്റിയവരും, അതേപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് പാസഞ്ചറിൽ കയറ്റി വിടാന്ന് പറഞ്ഞിട്ട് വല്ല മീൻ ബോട്ടിൽ കയറ്റി വിട്ടവരും, അങ്ങനെ കുറെ പിള്ളേരുണ്ട് ഇവിടെ. അവസാനം ചെറിയ ചെറിയ പൈസ എല്ലാം ആദ്യം സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം എന്റെ പൈസ ആദ്യം സെറ്റിൽ ചെയ്ത് എനിക്ക് 60,000 ക്യാഷും പിന്നെ കുറച്ച് എമൗണ്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് പറഞ്ഞു 1,05,000 റുപ്യ ഇട്ടിട്ട് പറഞ്ഞു ബാക്കി ഞാൻ 20,000 റുപ്യ ഞാൻ എത്രയും പെട്ടെന്ന് തരാം, അപ്പൊ എങ്ങനെയെങ്കിലും ഇപ്പൊ പോന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മേനെ വിളിച്ച് ഞാൻ പറഞ്ഞു അമ്മ ഫോണ് അവന് കൊടുക്കാൻ പറഞ്ഞു. എന്റെ അമ്മയും അച്ഛനും കുറെ ചീത്ത പറഞ്ഞു അവനെ ഫോണിലേക്ക് കൂടി. അപ്പൊ ഇവൻ ആന്റി അങ്കിളെ നല്ലാക്കിയിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെ എന്റെ മുന്നിൽ നീ കണ്ടു ഞാൻ അട്ടിച്ച് നിന്റെ പല്ല് ഞാൻ പൊട്ടിച്ചളയും. ഇപ്പൊ നമ്മൾ വിടുന്നത് കൊണ്ട് അറിയാം നീ പൈസ സെറ്റിൽമെന്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിന്നെ വിടുന്നത്. പക്ഷെ എന്നാലും എന്റെ 20,000 അവൻ തന്നില്ല. എന്നിട്ട് ഞാൻ എന്താക്കി ആ പൈസയും കൊണ്ട് എനിക്ക് പിന്നെയും തന്നെ ഇത്രയും കാലായി 8-9 മാസമായിട്ടാ ഞാൻ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ വെയിറ്റ് ഏകദേശം എന്താ പറയണത് 50 കിലോന് താഴെ പോയി, 46 കിലോ ആയി. ഞാൻ മെലിഞ്ഞ ആകെ ടീഷർട്ട് ഇട്ടാ പോലെ ഈ കഴുത്തിന്റെ ഇതിലേ കൂടി ഈ സൈഡിലേക്ക് കൂടി പോകും, ആ ഒരു അവസ്ഥയായി. ഇപ്പൊ കാണുന്ന ശരീരമൊക്കെ എന്ന് പറഞ്ഞാല് പിന്നീട് ഞാൻ ഉണ്ടാക്കിയത് അത് കഷ്ടപ്പെട്ടിട്ട്. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയെ ഞാൻ എന്താക്കി വീട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു എന്താ പറയണ്ടത് ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും കമ്പനികളെല്ലാം കുറെ കറങ്ങി കമ്പനികൾക്കെല്ലാം ചോദിക്കുമ്പോൾ സർവീസ് ചാർജ് ഉണ്ട് 4 ലക്ഷമാവും 5 ലക്ഷമാവും എന്ന് പറഞ്ഞു. ഞാൻ ഈ 1 ലക്ഷം റുപ്യയും വെച്ചിട്ട് ഞാൻ എന്താക്കാനാ? അങ്ങനെ ഞാൻ ഒരു എന്താ പറയണ്ടത് സീമാൻ ക്ലബിൽ അവിടെ പോയപ്പോ അവിടെ നിന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു രജീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, മലയാളിയാണ്, അപ്പൊ അവരെ ത്രൂ നിനക്ക് പോയാൽ മതി. അങ്ങനെ രജീഷിന്റെ അഡ്രസ്സും വാങ്ങിച്ച് നമ്പറും വാങ്ങിച്ച് നേരെ ഞാൻ പോയത് ബേലാപ്പൂരിൽ എത്തിയിട്ട് അവിടെ രജീഷിന്റെ ഓഫീസിൽ പോയപ്പോ മലയാളി മറ്റേ ആനപ്പട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല സെറ്റപ്പായിട്ട് കേരള ട്രഡീഷണൽ ഒരു ഓഫീസ് അകത്ത് കയറിപ്പോ ഈ വ്യക്തി. എന്നിട്ട് ഇവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു ഇങ്ങനെ. അപ്പൊ പറഞ്ഞു എനിക്കറിയാം കുറെ പേരും ഇതുപോലെ കുറെ ഏജന്റിന് പൈസ കൊടുത്തിട്ടും തട്ടിപ്പാക്കിയിട്ടും പറ്റിപ്പും ആക്കിയിട്ടും അവസാന ഘട്ടത്തിൽ വന്ന് ചേർന്ന് എന്റെ അടുക്കാണ്. ഞാൻ ചോദിച്ചു ഏട്ടാ ഇങ്ങനെ എനിക്ക് കയറണമായിരുന്നു, എന്റെ മേൽ ആകെ 1 ലക്ഷം റുപ്യ ഉള്ളൂ. മോനെ 1 ലക്ഷം റുപ്യനെ കൊണ്ട് കയറാൻ കഴിയില്ല, മിനിമം 3.5 ലക്ഷം റുപ്യ വേണം, എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല അപ്പൊ നിനക്ക് എന്താണ് എങ്ങനെയുള്ള ഷിപ്പിലാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്കൊരു ടാങ്കറോ കെമിക്കലോ അങ്ങനെയുള്ള ഷിപ്പിലാണ് പോകേണ്ടത്. വലിയ ITF കമ്പനി ഇല്ലെങ്കിലും ഒരു RPSL ചെറിയ കമ്പനി ആയാലും എനിക്ക് മതി, എനിക്കൊരു മിനിമം 2 സെയിലിംഗ് കിട്ടണം, എന്നിട്ട് ബാക്കി ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട് കയറിക്കോളാം. അങ്ങനെ പറഞ്ഞു ശരി എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, എന്നാൽ 1 ലക്ഷം റുപ്യ നീ ഇപ്പൊ എനിക്ക് തരണ്ട, നീ വീട്ടിൽ പോയിട്ട് വീട്ടിലെല്ലാം ആലോചിച്ച് പൈസ എല്ലാം റെഡി ആയതിനു ശേഷം നീ പറ, അപ്പോഴേക്ക് ഞാൻ വേക്കൻസി റെഡിയാക്കി വെക്കാം. അങ്ങനെ ഞാൻ റെസ്യൂമും കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എല്ലാം പൈസ സെറ്റിലായോ? അത് 2-3 ആൾക്കാരെ പൈസ സെറ്റിലായിട്ടില്ല. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടീന്റെ അച്ഛൻ SI ആണെന്ന്, അവൻ കംപ്ലൈന്റ് ചെയ്തു. ലാസ്റ്റ് അച്ഛൻ്റെ അടുക്ക കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ ആകെ ദേഷ്യം പിടിച്ചു. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവര് എന്താ പറയുക മുംബൈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവൻ അറസ്റ്റ് ചെയ്തു. അതായത് ഈ നന്ദി നാരായണൻ എന്ന് പറഞ്ഞ എങ്ങളെ കെട്ടി ആ നാറീന
പോലീസ് പൊക്കി കൊണ്ടുവന്നിട്ട് അവന്റെ ജുഡീഷ്യനിൽ വരുന്ന അവന്റെ നാട്ടിൽ വരുന്ന ഇതിലേക്ക് അവനെ കൊണ്ടുവന്നു. അവൻ മധുരക്കാരനാണ്. അവനെ കൊണ്ടുവന്ന് ലാസ്റ്റ് അവരിട്ട് നല്ല പോലെ കൊടുത്തു. ഏത് ഈ SI മൂപ്പറ് കൊടുത്തിട്ട് അവസാനം ഇവന് കുറെ ആൾക്കാർക്ക് പൈസ സെറ്റിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിലുള്ള ഇവന്റെ അക്കൗണ്ട്സ് ഒക്കെ എല്ലാം ഫ്രീസ് ചെയ്ത് അവന്റെ അക്കൗണ്ടിലെ പൈസ എല്ലാം എടുത്ത് അവന്റെ വീടെല്ലാം വിറ്റ് എന്നിട്ട് എല്ലാവർക്കും പൈസ സെറ്റിലാക്കി. മറ്റേ 3 ഏജൻസിനും ഇതേ സംഭവമായിരുന്നു. പോലീസിൽ കേസ് കൊടുത്തിട്ട് അങ്ങനെ ഇവൻ എല്ലാവർക്കും സെറ്റിൽമെന്റ് ചെയ്ത് അവസാനം ഇവന്റെ പേരിൽ FIR ഫയൽ ചെയ്ത് ഇവനെ അങ്ങ് ജയിലിലിട്ട്. ഓക്കെ, അപ്പൊ ഇവന്റെ പേരിൽ കുറേ കേസുകൾ ലാസ്റ്റ് ഫയൽ ചെയ്യേണ്ടി വന്നു. എല്ലാവരും സൈൻ ഇട്ട് കൊടുത്തു. അപ്പൊ അവൻ അങ്ങനെ പെട്ട്. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോ എന്റെ അമ്മക്കും അച്ഛനും എന്റെ അഡ്രസ്സ് എന്നെ മനസ്സിലാകുന്നില്ല. കാരണം ഇതാരാന്നുള്ള രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത്. ഞാൻ മെലിഞ്ഞ് കൊള്ളിയായ ഒരുമാതിരി ഇങ്ങനെയായിട്ടാണ് ഉള്ളത്, ശോഷിച്ച് വരണ്ട പോലെ. ഞാനിവിടെ വന്നപ്പാടനെ മറ്റേ പച്ചക്കുതിര ദിലീപായിരുന്ന പോലെ ഫുഡേ എന്ന് പറയാൻ തുടങ്ങി. കാരണം വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വേഗം തന്നെ ചോറൊക്കെ ഇട്ട് ഒരു കുമ്പള കുത്തി ചോറ് വന്നു, എല്ലാം തിന്ന്. അതൊക്കെ കണ്ടിട്ട് അമ്മക്കൊക്കെ ആകെ സങ്കടമായി. എന്നിട്ട് മാമനൊക്കെ വന്നു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് മാമ, ഇങ്ങനെ പെട്ടുപോയി, സാരമില്ല, ഈ ജീവനോട് എടുത്തിയല്ല, അതന്നെ വലിയ കാര്യമായി. മുംബൈ നഗരത്തെല്ലാം പോയിട്ട് ഇങ്ങനെ ഇത്രയും പ്രശ്നമാക്കിയിട്ട് വരിക എന്നെല്ലാം പറയുന്നത് വലിയ സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിനി ഈ ഫീൽഡ് വേണ്ട, ഞാൻ മടുത്തു, എനിക്ക് വയ്യ, എനിക്കിനി പോകാൻ കഴിയില്ല, ഞാൻ വല്ല ഗൾഫിലെങ്ങാനും പോയിട്ട് ഞാൻ പണിയെടുത്തോളാം. അങ്ങനെ ഞാൻ എന്താക്കി, ആ കിട്ടിയ പൈസ എടുത്ത് മാമന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കിയുള്ള പൈസ ഞാൻ എങ്ങനെയെങ്കിലും പണിയെടുത്തിട്ട് പിന്നെ തന്നോളാം, അങ്ങനെ പോടാ ചേർക്കുക, വെറുതെ എന്തെങ്കിലും പറയില്ലാന്ന് പറഞ്ഞിട്ട് മാമൻ ഇതാക്കിയിട്ട് ഞാൻ അങ്ങനെ ലാസ്റ്റ് എന്താ പറയേണ്ടത്, ഇത് വേണ്ടാന്നുള്ള രീതിയിലായി. പിന്നെ ഒരു 6-7 മാസം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നീടാണ് മാമൻ വന്നിട്ട് എൻ്റെ പറഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവുക, പഠിച്ചതല്ലേ, കപ്പലിലേക്ക് ജോലിക്ക് പോണ്ടേ. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് വിട്ടേക്ക്, എനിക്ക് മടുത്തു, ഞാൻ പോകാനില്ല എന്നെല്ലാം പറഞ്ഞു. സാറില്ല, നീ എന്തായാലും ട്രൈ ചെയ്യ്, ഇത്രയും പഠിച്ചിട്ട് വെറുതെ ഇരിക്കണ്ട, എന്തായാലും നല്ലൊരു ജോലിയല്ലേ. ഞാൻ പറഞ്ഞു മാമ ഇങ്ങനെ ഒരു ഏജന്റ് സംസാരിച്ചു, ഇനി ഏജന്റിന്റെ കാര്യം നീ മുണ്ടി പോകരുതെന്ന്. ഞാൻ പറഞ്ഞു അല്ല, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു മലയാളിയാണ്, അവരൊക്കെ സംസാരിച്ചിട്ട് മാത്രം മതി. അപ്പൊ സംസാരിച്ച് നോക്കുമ്പോൾ നമ്മളെ കണ്ണൂരിൽ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊട്ടടുത്തുള്ള നാടാണ്, അപ്പൊ അവിടെ ഉള്ളതാണ്. അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവരുടെ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് അവരെ സ്ഥലത്തെല്ലാം പോയി നോക്കുമ്പോൾ ജെന്യൂൻ ആളാണ്, അവരുടെ ഫാമിലി ഒക്കെ പയ്യന്നൂരാണ് ഉള്ളത്, കണ്ണൂര്. അപ്പൊ അതനുസരിച്ചിട്ട് മുപ്പടുത്ത് ചോദിച്ചപ്പോൾ മുപ്പത് പറഞ്ഞു ഇങ്ങനെ ഒരു ടാങ്കറിൽ ഒരു വേക്കൻസി ഉണ്ട് ട്രാൻസോഷ്യൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പൊ എന്ന് പറഞ്ഞാല് ഇത്ര പൈസയാണ് സർവീസ് ചാർജ് വരുന്നത്, നിങ്ങൾക്ക് പോകാൻ തയ്യാറാണോ? അപ്പൊ പറഞ്ഞു 3,75,000 റുപ്യ. ഞാൻ പറഞ്ഞു എന്റെ അമ്മോ, 3,75,000 റുപ്യ. അന്നേരം ഞങ്ങളുടെ സ്ഥലത്ത് സെന്റിന് 20,000-25,000 റുപ്യാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 4-5 ലക്ഷം റുപ്യ ഉണ്ട്. പക്ഷെ അന്നേരം ആ സെന്റിന് അത്ര പൈസ ഉള്ളൂ, ആ 4 ലക്ഷം റുപ്യ അടുപ്പിച്ച് വരും. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്തൊരു സ്ഥലം വാങ്ങിച്ചിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു വല്ല കോഴി ഫാം അങ്ങനെ നടത്തിയിട്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ട് പോകാന്നുള്ള ആ രീതിയായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ കൃഷി നടത്താന്നുള്ളത്. കാരണം ഇത്രപ്പാട് പൈസയല്ലേ, 4 ലക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു എമൗണ്ട് അല്ലേ. എന്നിട്ട് മാമൻ എന്താക്കി, ഫുള്ള് ഫാമിലിന്റെ അടുക്കുന്നൊക്കെ എല്ലാരും 25,000, പിന്നെ എന്റെ അമ്മമ്മ കുറച്ച് സ്വർണം തന്നു, അമ്മായി കുറച്ച് സ്വർണം തന്നു, അമ്മേന്റെ സ്വർണം പണയം വെച്ചു. അങ്ങനെ എല്ലാരെ പൈസയും കൂട്ടിച്ചേർത്തിട്ട് ഒരു എമൗണ്ട് ആക്കി. അങ്ങനെയാണ് ഞാൻ പിന്നീട് മുംബൈയിലേക്ക് മാമനെയും കൂട്ടിപ്പോയി. അങ്ങനെ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീർപ്പാക്കി. അങ്ങനെ ഈ ഒരു പൈസ എമൗണ്ട് അവര് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ അവര് പറഞ്ഞു എനിക്കൊരു 1.5 മാസം സമയം തരണം, ഇപ്പോഴാകുമ്പോഴത്തേക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ നിന്നെ കയറ്റി തരും. പിന്നെ അവരെന്നെ ഒരു ഹോസ്റ്റൽ റൂം വന്നു, ഒരു ഫ്ലാറ്റ് വന്നു. അവര് കുറെ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ ചോദിച്ചപ്പോൾ ജെന്യൂൻ ആണ്, എല്ലാവരും കയറിയിട്ട് വന്നവരും കയറാനുള്ളവരും അങ്ങനെയുള്ളവരാ. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ശരി അതിനൊക്കെ പഠിച്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സായി. അവസാനം ഞാൻ ആ കമ്പനി പോയി. ആ കമ്പനി പോയപ്പോഴാണ് എന്റെ ഡ്രസ്സിന്റെ കാർഡ് കോഡിങ് എല്ലാം അവർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ പോയപ്പോഴാണ് അവര് നല്ല സൽക്കാരം പോലെ നല്ല പോലെ എന്നെ ക്ഷണിച്ച് അകത്ത് കയറ്റി ഇരുത്തിച്ച് നോർമലായിട്ട് ഇന്റർവ്യൂ ഒക്കെ എടുത്തു, സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തു, എനിക്ക് ഡേറ്റ് തന്നു, അങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ 2016 ഫെബ്രുവരി മാസം ഞാൻ അങ്ങനെ ഫസ്റ്റ് ഷിപ്പിൽ കയറുന്നത്. സോ ഇതാണ് എന്റെ ഒരു സ്റ്റോറി. അങ്ങനെ ഞാൻ അവസാനമായിട്ട് കയറി. എനിക്ക് ആ ഒരു എന്താ പറയുക, അന്നേരം ആ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഷിപ്പിന്റെ പേരൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞു. ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല അമ്മ, ഞാൻ ഇവിടെ തന്നെ അങ്ങനെ കയറി പോവുകയാന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളൊക്കെ വിളിച്ച്. അന്നേരമൊക്കെ വീഡിയോ കോൾ ഫസ്റ്റ് ആയിട്ട് വരുന്ന സമയട്ടാ. അപ്പൊ വീഡിയോ കോളൊക്കെ എങ്ങനെ വിളിച്ച് വീട്ടിലാർക്കും അറിയില്ല. എന്നിട്ട് ഞാൻ എന്റെ പെങ്ങളോടത്തെല്ലാം പറഞ്ഞ് ഫോണിൽ വീഡിയോ കോളൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു.
അങ്ങനെ ഞാൻ ലഗേജ് എന്തൊക്കെ പാക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ പാക്കെല്ലാം എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറി. എൻ്റെ അമ്മോ, അതൊക്കെ ഭയങ്കര സീനുള്ള സംഭവമായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറി. അങ്ങനെ ഇന്റർനാഷണൽ എയർപോർട്ട് എനിക്കൊന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടത്, എവിടുന്നാണ് എങ്ങനെയാ പോകേണ്ടത്, ഇമിഗ്രേഷൻ എങ്ങനെയാ ക്ലിയർ ചെയ്യേണ്ടത്, എനിക്കൊന്നും ഒരു കാര്യം അറിയില്ല. അപ്പോ കമ്പനി കുറെ പേപ്പറും കാര്യങ്ങളൊക്കെ, ഒരു അട്ടി പേപ്പറും കാര്യമൊക്കെ തന്നു. അപ്പൊ മനസ്സിലായി, ഇതാണ് എഗ്രിമെന്റ്, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫോം 1 ഉണ്ട്, കോൺട്രാക്ട് ലെറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ വിസ ലെറ്റർ ഉണ്ട്, പിന്നെ OK ടു ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പ്ലസ് നമ്മളെ CDC പാസ്പോർട്ട്, അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോന്ന് അതുകൊണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ പ്ലസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് വേണം നമ്മൾ ഒരു ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തരാതെയാണ് ഈ മറ്റേ പഴയ ആ നന്ദി നാരായണൻ എന്ന് പറഞ്ഞ ഏജന്റ് എനിക്ക് ആകെ ഒരൊറ്റ പേപ്പറിൽ സംഭവം എല്ലാം കൂടി റെഡിയാക്കി തന്നു. ഇതൊക്കെ ഓർക്കുമ്പോ തന്നെ ഇപ്പൊ ഒരു തമാശയായിട്ടാ തോന്നുന്നത്. പക്ഷെ അന്ന് അനുഭവിച്ച ആ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഞാൻ നിന്നത് ആ സമയത്തൊക്കെ. സോ ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് കയറി. അങ്ങനെ എനിക്ക് കിട്ടിയ ഷിപ്പാണ് MT F1, മോട്ടോർ ടാങ്കർ F1 എന്ന് പറഞ്ഞ ഷിപ്പ്. ഒരു ഓയിൽ പ്രൊഡക്റ്റ് ടാങ്കർ ആയിരുന്നു, ഒരു ഓയിൽ കെം ആയിരുന്നു. സോ നമ്മൾ പ്രൊഡക്റ്റ് ക്യാരി ചെയ്യായിരുന്നു ആ ടാങ്കറിൽ. അങ്ങനെ ഞാൻ അവിടെ ഫുജേറയിലായിരുന്നു ജോയിൻ ചെയ്തത്, ദുബായിലെ ഫുജേറ പോർട്ടിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തപ്പോ ഫസ്റ്റ് അനുഭവമല്ലേ, ഫസ്റ്റ് എബ്രോയിഡ് പോകുന്നതും ഞാൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ ബോട്ട് കയറി നേരെ ഷിപ്പ് ബർത്തിങ് അല്ല, ഷിപ്പ് മിഡ് ഓഫ് സീയിലായിരുന്നു, അതായത് ആങ്കറേജ് ഏരിയയിലായിരുന്നു. അതിന് നമ്മൾ ബോട്ടിൽ കയറി കടലിന്റെ വിടലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഒരു വൊമറ്റിംഗ് ഒക്കെ ഫീൽ ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചാട്ടല്ലേ ബോട്ട്. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വൊമറ്റിംഗ് ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. പിന്നെ അപ്പൊ അതിന് മുമ്പേ സീനിയേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇങ്ങനെ വൊമറ്റിംഗ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് മാത്രം, കടലിലേക്ക് മാത്രം നോക്കി നിന്നാൽ മതി, അപ്പൊ ആ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഏകദേശം കപ്പലിന്റെ അടുക്ക് എത്തി. അപ്പൊ നോക്കുമ്പോൾ ഒരു ചുവന്ന കളർ കപ്പല്, അടുത്തെത്തിയപ്പോൾ തന്നെ ഒരു വമ്പൻ കപ്പല്, ഒരു 15,000 GRT വെസലാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ കയറിയാണല്ലേ, അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങ് തോന്നി വലിയ കപ്പലാന്നുള്ളത്. അങ്ങനെ 15,000 GRT വെസല് കണ്ടപ്പോ തന്നെ എന്റെ കിളി പോയി, ഇത്രയും വലിയ വെസലോ എന്നുള്ള ഷിപ്പോ എന്ന് കരുതിയിട്ട്. പിന്നെ അപ്പോഴേക്കും പൈലറ്റ് ലാഡർ അവര് താഴെ ഇട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇതും പിടിച്ചാണോ കയറേണ്ടത്? ഞാൻ പറഞ്ഞാ ഇതാ പിടിച്ചിട്ടാ കയറേണ്ടത്. അപ്പൊ നോക്കും ഓരോരുത്തരായിട്ട് ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഷിപ്പില്. അപ്പൊ എനിക്ക് ആകെ കണ്ടപ്പോ പേടിയായി, എന്റെ ഭഗവാനെ ഇങ്ങനെയാണോ ഷിപ്പില് കയറേണ്ടത്? അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ആ ഒരു ഫോട്ടോസ് ഞാൻ ഇടാം, ഞാൻ കയറുന്ന ആ ഒരു രംഗം ഞാനൊരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഈ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആണെന്ന രീതിയിലാണ് ഞാൻ ഷിപ്പിലേക്ക് കയറിയത് ആദ്യമായിട്ട്. ഇതാണ് എന്റെ ഫസ്റ്റ് ഷിപ്പ്. ഞാനങ്ങനെ ഷിപ്പിൽ കയറി നോക്കുമ്പോഴേക്കും എന്താ പറയേണ്ടത്, എനിക്ക് എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലത്തെ ഒരു അവസ്ഥ. എത്രയോ പാടുപെട്ട് ഞാൻ കപ്പലിന്റെ കാലിൽ കുത്തിയപ്പാടന്നെ ഞാൻ കപ്പലിന്റെ മേലെ തന്നെ ഞാൻ തൊട്ട് തലയിൽ വെച്ചു, ഭഗവാനെ കാത്തുരക്ഷിക്കണേ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം, ഇനി ഞാൻ മർച്ചന്റ് നേവിയിൽ ഒരു എന്താ പറയേണ്ടത് സീമാൻ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോ ഒരു ആപത്തും കൂടാതെ കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയും കൊണ്ട് നേരെ കയറി തന്നെ കാണുന്നത് നല്ല പ്രാർത്ഥനയാന്ന് തോന്നുന്നു. ഫുള്ള് തുരുമ്പ്, കപ്പല് ഫുള്ള് തുരുമ്പോട് തുരുമ്പ്, എവിടെ നോക്കിയാലും തുരുമ്പ്, ഫുൾ പാച്ചപ്പ്. ഞാൻ വിചാരിച്ചു ഭഗവാനെ ഇങ്ങനെയാണോ കപ്പൽ ഉണ്ടാകുന്നത്, ഇതാണോ ശരിക്കും കപ്പൽ എന്ന് കരുതി. കാരണം ഞാൻ നടക്കുന്ന സ്ഥലത്തെല്ലാം തുരുമ്പാണ്, പെയിന്റ് എല്ലാം പീൽ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഓക്കെ കുറച്ചെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും ഉള്ളിൽ, അകത്തൊക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ അകത്ത് കയറിയപ്പോഴാണ് എനിക്കൊരു റൂം പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇതാണ് നിന്റെ റൂം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ റൂം നോക്കി, ഓക്കെ നല്ല വലിയ റൂമൊക്കെ ആയിരുന്നു. ബാത്റൂം ഒക്കെ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആണെന്നുണ്ട്. AC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു ലൈറ്റായിട്ട് AC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെയാണ്. കാരണം കപ്പലിൽ AC ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം കപ്പലിൽ നമുക്ക് ഈ തണലില്ലല്ലോ, ഫുള്ള് മെറ്റലിനെ കൊണ്ടുണ്ടാക്കിയ കപ്പലല്ലേ. സോ സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോൾ വെയിൽ ചൂട് കൊണ്ട് ഉള്ളിൽ പതപതക്കും. അതായത് മെറ്റലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുക്കാൻ തുടങ്ങും. അപ്പൊ അകത്തിരിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഓവനിലിട്ട് ചിക്കനെ പോലെ ആയിരിക്കും.
അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എ സി പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. നമ്മളെ MLCന്റെ റൂൾ പ്രകാരം എ സി എല്ലാം ഉണ്ടായിരിക്കണം എന്നാണ്. കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ള ഒരു കപ്പാസിറ്റി ഉള്ള എ സി എല്ലാം ആയിരിക്കണം എന്ന്. അപ്പോ എ സി ഒക്കെ ഏകദേശം അങ്ങനെയാ ഉള്ളത്. അപ്പോൾ ഞാൻ കയറിയ ഷിപ്പ് 1993 ബിൽഡ് ഷിപ്പാണ്. അപ്പോൾ അതിൽ കയറി നോക്കുമ്പോൾ കുടിവെള്ളം എനിക്ക് ബോട്ടിലാക്കിയിട്ട് ക്യാബിനിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ദിവസം നിങ്ങൾക്ക് പണിക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കരുതി. അതായത് ഷിപ്പിൽ കയറി കഴിഞ്ഞപ്പോഴാണ് പണി ഉണ്ടാവില്ല, അടുത്ത ദിവസമായിരിക്കും നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇതിലായിരുന്നു. അപ്പോഴല്ലേ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഷിപ്പിൽ കയറിയ പാട് തന്നെ നമുക്ക് പണിയാം. ഷിപ്പിൽ കയറി ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഇവര് പറഞ്ഞു, അതായത് ചീഫ് എഞ്ചിനീയർ വിളിച്ചു എന്ന് പറഞ്ഞു, താഴേക്ക് വിളിച്ചിട്ടുണ്ട്, അപ്പോ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ബോലെ സൂട്ടൊക്കെ വേഗം എടുത്തിട്ടു, ഷൂ ഒക്കെ ഇട്ടു, സേഫ്റ്റി ഒക്കെ പ്രിപ്പറേഷൻ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള വിയർ ചെയ്തു, ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നേരെ എഞ്ചിൻ റൂമിലേക്ക് കയറി. എഞ്ചിൻ റൂമിൽ കയറിയപ്പോൾ ഞാനൊക്കെ ആകെ ഞെട്ടിപ്പോയി. എന്റെ അമ്മ ഇത് ഇത്രപ്പാട് മെഷീനറീസോ, ഞാൻ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെ ഇത് പഠിച്ചെടുക്കുക എന്നുള്ള വെപ്രാളായിരുന്നു. പിന്നെ നേരെ എനിക്ക് എങ്ങോട്ടാ പോകേണ്ടത് തിരിയുന്നില്ല. എവിടെ പോയാലാണ് ഞാൻ ECR എത്തുക, അതായത് എഞ്ചിൻ കൺട്രോൾ റൂം. അവിടെ നിന്നാണ് എഞ്ചിനീയേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഈ റൂം കണ്ടുപിടിക്കാൻ ഞാൻ ആകെ പാടുപെട്ടു. ഞാൻ ഈ കപ്പലിലെ എഞ്ചിൻ റൂമിൽ നിന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. 3-4 നേരെ എഞ്ചിൻ റൂം ഉണ്ട്, അതിലിങ്ങനെ കറങ്ങി കളിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു മോട്ടർമാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെയാണ് റൂം, ഇവിടെയാണ് റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി നേരെ ECR കൊണ്ടുപോയി ചീഫ് എഞ്ചിനീയറായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് വർക്കൊക്കെ പറഞ്ഞു തന്നു. ഇതാണ് നിന്റെ വർക്ക്, ഇതാണ് നിന്റെ ഡ്യൂട്ടീസ്, ഇതാണ് നിന്റെ ടൈമിങ് എന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അങ്ങനെ പണി സ്റ്റാർട്ട് ചെയ്തു. എന്റെ ദൈവമേ, കപ്പൽ അവിടെ നിന്ന് എടുത്തു. കപ്പൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കപ്പൽ നമ്മൾ സെയിൽ ഔട്ട് ചെയ്യാണ്. പോകുന്നത് ഫുജേറയിൽ നമ്മൾ പോകുന്നത് യമനിൽ, അതായത് യമൻ സ്ഥലത്തിൽ മുക്കാല എന്ന് പറഞ്ഞൊരു പോർട്ടിലാണ് പോകുന്നത്. വാർ സോണാണ്, പൈറസി സോണാണ്. ഇവിടേക്ക് ഷിപ്പ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു, എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നേ ഇല്ല. ഞാൻ വെച്ചാൽ എന്താ സ്റ്റാർട്ട് ആവാത്തെ? അതങ്ങനെയാണ്, അത് ഒരുമാതിരി എങ്ങനത്തെ എഞ്ചിനാണ്, തള്ളിക്കൊടുക്കണം. ഞാൻ തള്ളിക്കൊടുക്കാനോ? അത് അവിടെ ഇവിടെയൊക്കെ കൈ വെച്ച് അമർത്തണം. പിന്നെ ഇരുമ്പ് ഒരു സാധനം ഉണ്ട്, ആ റോഡ് വെച്ച് അമർത്തി പിടിക്കണം, എന്നാൽ മാത്രമേ എഞ്ചിൻ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ എഞ്ചിൻ്റെ അകത്ത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതിന് എയർ സ്റ്റാർട്ടിങ് ഡിസ്ട്രിബ്യൂട്ടർ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എയർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന എയർ സ്റ്റാർട്ടിങ് കൊണ്ടാണ്, അല്ലാണ്ട് നമ്മൾ ചെറിയ ഈ മറ്റേ മോട്ടർ കൊണ്ടൊന്നല്ല, വലിയ എയർ സ്റ്റാർട്ടിങ് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വർക്കാകുന്നില്ല, പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ആകുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ 3-4 നോട്ടിക്കൽ സ്പീഡിലാണ് കപ്പൽ പോകുന്നത്. വളരെ സ്ലോ ആയിട്ട്, അത് സ്ലോ എന്ന് പറഞ്ഞാൽ ഷിപ്പ് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥ. അങ്ങനെ കപ്പൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് ജനറേറ്റർ കേടായി. ജനറേറ്ററിന് പണിയെടുത്തു, കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് AC നിന്നുപോയി. പിന്നെ നോക്കുമ്പോൾ റീഫർ വർക്കാവുന്നില്ല. റീഫർ മുന്നേ വർക്കാവുന്നില്ല. റീഫർ വർക്കാകാത്തതുകൊണ്ട്, റീഫർ റൂം വർക്കാത്തതുകൊണ്ട് തന്നെ ചെറിയ ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്തായിരുന്നു പച്ചക്കറിയും ഫ്രൂട്ട്സും മറ്റുള്ള നോൺ വെജ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഈ ഫ്രീസറൊക്കെ ഡാമേജ് ആകാൻ തുടങ്ങി. കാരണം AC ഇല്ലാത്തതുകൊണ്ട് അക്കോമഡേഷൻ ഫുള്ള് ചൂടാകാൻ തുടങ്ങി. അക്കോമഡേഷൻ ചൂടാകുന്നത് കാരണം മൊത്തം ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ ഡാമേജ് ആകാൻ തുടങ്ങി. കാരണം അത്രയ്ക്ക് ഹീറ്റ്. പിന്നെ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ റൂമിലും ചൂട്. പിന്നെ എനിക്ക് റൂമിലും പോയിട്ട് സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റില്ല. ചൂടോട് ചൂട്, ഭയങ്കര പ്രശ്നം. അവസാനം ഞാൻ എന്നാ ചെയ്യേണ്ടത് എനിക്ക് തിരിയാതെ ക്യാപ്റ്റൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേണ്ടി വരും, നിങ്ങൾ എല്ലാവരും പോയിട്ട് പുറത്ത് പോയിട്ട് കിടക്കേണ്ടി വരും, അക്കോമഡേഷനിൽ കിടക്കാൻ പറ്റില്ല, അത്രയ്ക്കും ചൂടായിരുന്നു. അതാ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൾക്കായിട്ടില്ല, ചുമരില് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഓംലേറ്റ് ആവും, അത്രയ്ക്കും ചൂട്. എനിക്ക് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് കുളിക്കുന്ന വെള്ളം പോലും ചൂടുവെള്ളം. എന്നിട്ട് ഞാൻ എന്താക്കുന്ന പറഞ്ഞാല് ഫ്രീസറിന്റെ അകത്ത് ഐസ് വെച്ചിട്ട് ഐസ് അതിൻ്റെ അകത്ത് മെൽറ്റ് ചെയ്തിട്ട് ഐസ് വെള്ളത്തിലായിരുന്നു ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ജലദോഷം പിടിക്കലായി, പിന്നെ പനിയായി. അയ്യോ എന്റെ ദൈവമേ, ആകെ ബുദ്ധിമുട്ടായി. നോക്കുമ്പോൾ ചെറിയ ഫ്രീസർ അതൊക്കെ ഡാമേജ് ആകാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ എന്താക്കി, ഒരു റൂമിന്റെ അകത്തായിരുന്നു നമ്മൾ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ജ്യൂസും ഫ്രൂട്ട്സും പിന്നെ പാലും ഒക്കെ കേടാകാൻ തുടങ്ങി. നമ്മൾ ഒരു ഷിപ്പ് ഒരു സ്ഥലത്ത് നിന്ന് എടുക്കും, A to Bയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറേ പ്രൊവിഷൻ എടുക്കും, കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കും, നമ്മൾ ഈ സെയിലിങ്ങിൽ പാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ആ ഒരു പോർട്ട് എത്തുന്നത് വരെ നമുക്കത് ഉണ്ടായിരിക്കണം, അതാണ് റൂള്.
പക്ഷെ പകുതിക്ക് എത്തുമ്പോഴേ തന്നെ ഇതൊക്കെ ഡാമേജ് ആകാൻ തുടങ്ങി, ഒക്കെ നശിക്കാൻ തുടങ്ങി. അവസാനം അതൊക്കെ എടുത്ത് കടലിലെറിഞ്ഞു നമ്മള്. ഫ്രൂട്ട്സുകളൊക്കെ എല്ലാം നശിച്ചു. അവസാനം ഫുഡില്ലാത്തൊരവസ്ഥയായി. പിന്നെ നോക്കുമ്പോ ടാങ്കൊക്കെ പഴയ ടാങ്കാ വെള്ളത്തിന്റെ. ഈ കപ്പൽ ആടുന്നതിനനുസരിച്ചിട്ട് എന്താ പറയേണ്ടത്, ടാങ്കിലെ വെള്ളം കലങ്ങി ഒരുമാതിരി കറുപ്പ് കളറും ബ്രൗൺ കളറും നിറഞ്ഞ പോലത്തെ ഒരു വെള്ളമായി മാറി. അവസാനം അത് കുളിക്കുമ്പോഴൊക്കെ പറഞ്ഞാൽ തലക്ക് തോർത്തുമ്പോ ഫുള്ള് അതില് കറുപ്പ് കളറായിരുന്നു. വെള്ളത്തോർത്തൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പാവും. ആ ഒരു അവസ്ഥ. മുഖത്തൊക്കെ നമ്മള് കുളിച്ചതിന് ശേഷം ഇങ്ങനെ തഴുകി കഴിഞ്ഞാല് ഒരു വെള്ള പാടുണ്ടാവും, ഒരു കറുപ്പ് പൊടി ഉണ്ടാവും. കാരണം തുരുമ്പിൻ്റെത്. പിന്നെ സ്മെല്ല്, ഭയങ്കര സ്മെല്ലായിരുന്നു. ടാങ്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് ഇത്രയും കാലം പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക റൊട്ടൈൻസ് ഒന്നും ഇല്ലാണ്ട് വെച്ച ടാങ്കാണ്. അപ്പോ ഇങ്ങനൊരു അവസ്ഥയായി. പിന്നെ നോക്കുമ്പോൾ നമുക്ക് കുടിക്കുന്ന ബോട്ടിൽ വെള്ളമായിരുന്നു. അത് കുറെ ആൾക്കാര് ഇതുപോലെയുള്ള കുളിക്കാനൊക്കെ യൂസ് ചെയ്തു. ശരിക്കും അത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമായിരുന്നു. അത് കുളിക്കാൻ യൂസ് ചെയ്തു ഇവര്. അപ്പൊ നോക്കുമ്പോൾ വെള്ളം തീർന്നിട്ട് കുടിക്കാനുള്ള വെള്ളമില്ല. എന്നിട്ട് എന്നാ ചെയ്യേണ്ടത് തിരിയാതെ നിന്നപ്പോ അവസാന ഘട്ടത്തില് വേറെ വഴിയില്ല. നടുക്കടലിൽ ഇപ്പൊ പെട്ടെന്ന് വെള്ളം കിട്ടൂല. എസിന്റെ അകത്തുനിന്ന് കണ്ടൻസേറ്റ് ആയിട്ട് വരുന്ന വെള്ളമുണ്ട്. നിങ്ങൾ വീട്ടിൽ എ സി ഉള്ളവർക്ക് അറിയാമായിരുന്നു. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വെള്ളം ഇങ്ങനെ വിറ്റും. അത് കണ്ടൻസേറ്റഡ് വാട്ടറാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജന്റെ ഇതില്ലാത്ത കിട്ടുന്ന വെള്ളമാണത്. കംപ്രസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കണ്ടൻസേറ്റ് ആയിട്ട് വരുന്ന വാട്ടർ അത്. ആ വാട്ടർ കളക്ട് ചെയ്ത് ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് ആ വെള്ളം പതപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ വെച്ച് വല്ല ക്യാൻസർ എങ്ങാനും വരുമോ ഭഗവാൻ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാല്. കാരണം ഇങ്ങനെയുള്ള വെള്ളമാണ്, ഒരു മിഷീൻ്റെ അകത്ത് കിട്ടുന്ന വെള്ളമാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാം. ഭയങ്കര കയപ്പായിരിക്കും ആ വെള്ളം. അത് നമ്മൾ മൂക്കും പൊത്തിയിട്ടായിരിക്കും ഞാൻ കുടിച്ചത്. പിന്നെ വരുന്ന സമയങ്ങളിലെല്ലാം വരുന്ന വെള്ളമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോ വെള്ളത്തിന്റെ കൺസപ്ഷൻ വളരെ വളരെ കൂടുതലായി. പിന്നെ വെള്ളം ഇല്ലാത്ത അവസ്ഥയായി. പിന്നെ എന്താക്കിയ റേഷൻ ആകാൻ തുടങ്ങി. അതായത് ഒരാൾക്ക് ഒരു ദിവസം ഇത്ര മാത്രമേ വെള്ളം തരൂ, ഈ സമയത്ത് മാത്രമേ കപ്പലിൽ വെള്ളം സ്റ്റാർട്ട് ആക്കുള്ളൂ എന്നുള്ള ആ നിയമമായി. പിന്നെ ഓരോരുത്തർ ബക്കറ്റ് കൊണ്ട് നിന്നോളുക ക്യൂ ആയിട്ട്. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു വരും, ഒരുപോലത്തെ ബ്രൗൺ കളർ വെള്ളം. അപ്പോ ഞാൻ ഈ ഫോട്ടോ ഇട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെള്ളം ക്യാരി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇതിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്തായിരുന്നു അവസ്ഥ എന്ന്. അപ്പൊ ഈ ഷിപ്പിൽ വർക്ക് ചെയ്ത എല്ലാവരും അവസ്ഥ ഇത് തന്നെ. അതായത് ടോപ്പ് ടു ബോട്ടം, ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും താഴെ വരുന്ന ട്രെയിനി OS വരെ ഇത് തന്നെയായിരുന്നു എല്ലാവരും അവസ്ഥ. കാരണം കപ്പലിൽ ഒരാൾക്ക് സ്പെഷ്യലായിട്ട് അങ്ങനെ കിട്ടത്തില്ല. അപ്പോ കിട്ടും ഒരു ചെറിയ ഫുഡിന് കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ചീഫ് എഞ്ചിനീയർ ടോപ്പ് 4 അവർക്ക് കിട്ടും. പക്ഷെ മറ്റുള്ളവർക്ക് അത് കിട്ടില്ല. അത് മാത്രമാണ് അവർക്ക് പ്ലസ് പോയിന്റ്, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഈ എല്ലാം അനുഭവിക്കൽ ഇങ്ങനെയായി. പിന്നെ ഉറങ്ങുന്നതൊക്കെ കപ്പലിന്റെ പുറത്താണ് ഞാൻ ഉറങ്ങുക. കാരണം അന്നേരം കപ്പൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാറ്റ് കിട്ടുള്ളൂ. ആ കാറ്റത്താണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്നതിന് അവസാനം ചൂട് സഹിക്കാൻ വരെ. എഞ്ചിൻ റൂമിനും ചൂട്, അക്കോമഡേഷനും ചൂട്. പുറത്ത് ഗൾഫ് ഏരിയയാണ് കറങ്ങി കൊടുക്കുന്നത്, ഗൾഫും ആഫ്രിക്കയും. പുറത്തും ചൂട്. അതായത് കനൽ കാറ്റായിരിക്കും വരിക കടന്നുറങ്ങുമ്പോൾ. മേത്തൊക്കെ ഫുള്ള് ഉപ്പായിരിക്കും. രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്കും ഉപ്പായിരിക്കും. മൂക്കിന്റെ ഇവിടെയൊക്കെ ഫുള്ള് ഉപ്പായിരിക്കും. കാരണം ഉപ്പ് ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത്, കടൽ കാറ്റല്ലേ. അപ്പൊ ഉപ്പ് നിറഞ്ഞിട്ടുണ്ടാവും ഫുള്ളായിട്ട്. പിന്നെ ഫുള്ളായിട്ട് പറ്റും ശരീരമൊക്കെ ഉപ്പിന്റെ ഇതായതുകൊണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് എന്താണെന്ന് പറഞ്ഞാൽ തൊലി പൊളിയാൻ തുടങ്ങി. ഷിപ്പിലെ എല്ലാരെയും തൊലിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങി. ഒരുമാതിരി പാമ്പിന്റെ തൊലി ഇത് പൊളിഞ്ഞു വരുന്നത് പോലെ അങ്ങനെ പീൽ ഔട്ട് ആകാൻ തുടങ്ങി. എന്റെ മുഖത്ത് മൊത്തം കുരുവായി, ശരീരം മൊത്തം കുരുവായി. അവസാനം പുറത്തു നിന്നൊക്കെ തൊലി പറിച്ചെടുക്കുക ഇത്. അതായത് ഞാൻ ബനിയനൊക്കെ ഊരുമ്പോൾ ബനിയൻ്റെ അകത്ത് കൂടെ തൊലിയും കൂടി പറഞ്ഞു വരും. ആ ഒരു അവസ്ഥ എന്റെ ദൈവമേ, എനിക്ക് സഹിക്കാൻ പറ്റാത്തതിലും അധികമായി. ഞാൻ വെച്ചു, ഞാൻ ഒരു കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെയും ഇതാണല്ലോ അനുഭവം. അപ്പൊ ഇവിടെ എത്തിയിട്ട് ഞാൻ ഇതാണല്ലോ അനുഭവം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വെച്ചു, ഞാൻ പോകുന്ന സ്ഥലത്ത് മൊത്തം ഇതാണല്ലോ ഞാൻ അനുഭവിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് എന്റെ ജീവിതം. പക്ഷെ ഞാൻ അത്രയും പിടിച്ചു നിന്നു. ആ കപ്പലൊന്നും അധികം ആൾക്കാർ പിടിച്ചില്ല. എല്ലാവരും സൈൻ ഓഫ് ലെറ്റർ കൊടുത്തു. കാരണം ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതേപോലെ തന്നെ സാലറിയും പ്രോപ്പറായിട്ട് ആ കമ്പനിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. സാലറി വരുന്ന വെച്ച് കഴിഞ്ഞാല് 2 മാസത്തെ സാലറി 3-ാമത്തെ മാസമാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതും ആ മാസവും 3-ാമത്തെ മാസം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഈ 2 മാസം സാലറിയും കിട്ടില്ല, 1 മാസം സാലറിയും കിട്ടുള്ളൂ. എന്റെ സാലറി എന്ന് പറഞ്ഞാൽ ആകെ $250.
ആ സമയത്ത് എന്റെ സാലറി 14,500 രൂപ. പക്ഷെ മറ്റുള്ളവരൊക്കെ ചിന്തിക്കുന്ന കപ്പൽ കയറിയ പാടന് ലക്ഷം രൂപ ശമ്പളം എന്നാണ്. അങ്ങനെയല്ല. ഞാൻ കയറിയ സമയത്തൊക്കെ അത്രയായിരുന്നു. 14,000 15 റുപ്യ അടുപ്പിച്ച് കിട്ടും, 15,000 റുപ്യ. അത് തന്നെ ഞാൻ കടം വാങ്ങിയിട്ട് കുറെ ആളെ ഫാമിലിയിലെ സ്വർണവും അത് എല്ലാം പണയം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഈ പൈസ ഞാൻ അതിൻ്റെ അകത്ത് ഒരു നയാ പൈസ ഞാൻ എടുക്കൂല. അത് അങ്ങനെ തന്നെ അക്കൗണ്ടിലിട്ട് അമ്മ അത് എല്ലാവർക്കും ഓരോരുത്തർക്കും അവരവർക്ക് സ്വർണം എടുത്തു കൊടുക്കേണ്ടതും ആരോടൊക്കെയാണ് ക്യാഷ് ആയിട്ട് കടം വാങ്ങിച്ചത് അവർക്കെല്ലാം അമ്മ തിരിച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ആ ഒരു കപ്പലിലത്തെ ജീവിതം കൊണ്ട് എനിക്ക് എന്തായാലും എല്ലാം തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും കഴിയുന്നതും എന്റെ പൈസനെ കൊണ്ട് കുറച്ചൊക്കെ കടങ്ങളൊക്കെ വീട്ടി. അപ്പോ ആ സമയത്ത് ഞാൻ കരുതി ഇനി വീട്ടിൽ ഇതൊന്നും അറിയിക്കണ്ട, ഇത്രയും കഷ്ടപ്പെടുന്നതൊന്നും അറിയിക്കണ്ട, നമ്മള് പതിയെ പതിയെ ഈ കപ്പൽ എങ്ങനെയെങ്കിലും കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണം, എന്നാലും മാത്രമേ എനിക്ക് അടുത്ത കോൺട്രാക്ട് കിട്ടുള്ളൂ എന്നുള്ള എനിക്ക് ആ ഒരു ഇത് വന്നു. എല്ലാരും സൈൻ ഓഫ് ലെറ്റർ കൊടുത്തു, എല്ലാരും ഇറങ്ങണം എന്ന് പറഞ്ഞു. അവരെ സമരമൊക്കെ ചെയ്തു. കപ്പലിൽ കുറെ പേര് പണിയെടുക്കാതായി. അവസാനം ചീഫ് കുക്ക് ഒന്നും എന്നെ കൊണ്ട് തീരെ പറ്റില്ല എന്ന് പറഞ്ഞു, എന്നെ ഇറക്കി വിട്ടേക്കെന്ന് പറഞ്ഞു. അവസാനം ചീഫ് കുക്ക് പറഞ്ഞു എന്നെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാത്ത അവസ്ഥയായി. പിന്നീട് പറഞ്ഞു വേറെ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടോ എന്ന്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ ഞാൻ മുംബൈയിലൊക്കെ താമസിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ എന്റെ ചരിത്രം, ഞാൻ ഓരോ സ്റ്റേറ്റ് ആയിട്ട് താമസിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പോ അവിടെ നിന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് റൂമിൽ തന്നെ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കായിരുന്നു. അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചതാണ്, അല്ലാണ്ട് എനിക്ക് അറിയൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ ഇതിൽ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു എന്നോളാം, പക്ഷെ ഒരാളും കൂടി എനിക്ക് കൂട്ടിന് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു OS കൂടെ തന്നു. അങ്ങനെ ഞാനും OS കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാവർക്കും പാചകം ചെയ്തിട്ട് ഞങ്ങൾ വിളമ്പിയെല്ലാം കൊടുത്തു. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളെ ഫുഡ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യന്റെ ഒരു വരുന്ന ആ ടേസ്റ്റ് ആയിരിക്കും, നോർത്ത് ഇന്ത്യൻസിന് അത് ഇഷ്ടപ്പെടൂല. അപ്പോ അവര് കൂടുതൽ ഇത് പറയാൻ തുടങ്ങി എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ. അപ്പൊ കാട്ടൻ പറഞ്ഞു നിനക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇറങ്ങിപ്പോട്. ഇവിടെ ആളില്ലാത്ത പക്ഷത്തിലാണ് ഈ കുട്ടി ശ്രമിച്ചിട്ട് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ അതും വരാൻ നിനക്ക് സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നീ ക്യാപ്റ്റനെക്കാളും വലിയവനാണോ എന്നൊക്കെ ചോദ്യമൊക്കെ വന്നു. അവിടെ അങ്ങനെയൊക്കെ സീനൊക്കെ ഉണ്ടായി. പാലും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കേടായി, അങ്ങനെ സ്മെല്ല് വന്ന് അതൊക്കെ കടലിലായിരുന്നു കളഞ്ഞത്. ലക്ഷക്കണക്കിന് ഫുഡ് അങ്ങനെ നശിച്ചുപോയി. അതിന്റെ ഇടക്കാണെങ്കിൽ എഞ്ചിൻ റൂമിലാണെങ്കിൽ മെയിൻ എഞ്ചിൻ ഇടക്കിടക്ക് നിന്ന് പോകും, കപ്പലിൽ നിന്ന് പോകും. പിന്നെ കപ്പലിൽ നിന്ന് പോയി ഞാൻ അതിന്റെ വലിയ പണി, ചൂടിൻ്റെ അകത്ത് സഹിക്കാൻ പറ്റാത്ത വേറെ പണി. നമ്മൾ ചെറിയ മറ്റേ ബൈക്കിൻ്റെ അകത്ത് കാണുന്ന പോലെ ചെറിയ പിസ്റ്റണോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മളെ മെയിൻ എഞ്ചിൻ്റെ അകത്ത് കപ്പൽ എഞ്ചിന് വരുന്നത്. ഏകദേശം 3-4 നില ബിൽഡിംഗ് ഹൈറ്റ് വരുന്ന എഞ്ചിൻസ്, 2 സ്ട്രോക്ക് എഞ്ചിൻസുകളായിരിക്കും വരുന്നത്. ആ എഞ്ചിനിൽ പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാരിയല്ല. ഒരു പിസ്റ്റൺ കഴിക്കണമെങ്കിൽ തന്നെ അഴിച്ച് മാറ്റി പുതിയത് ഇടണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 18-19 മണിക്കൂറെങ്കിലും വേണം. ഒരു ദിവസം തന്നെ വെച്ചോളൂ. നമ്മുടെ ഡ്യൂട്ടി ടൈം ഏകദേശം 10 മണിക്കൂറാണ് മാക്സിമം. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 24 മണിക്കൂർ 30 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം എനിക്ക് ഉറക്കം ഇല്ലായ്മ, അതായത് ഉറങ്ങാതെ എനിക്ക് ഉറക്കുന്നൊരു സംഭവം ഇല്ലാതെയായി. അങ്ങനെയായിപ്പോയി. കണ്ണൊക്കെ ചുവന്ന് ഈ ഭാഗത്തൊക്കെ കറുപ്പടിച്ച് ഒരുമാതിരി വരണ്ട് മെലിഞ്ഞ് ഒരുമാതിരി മറ്റേ സോംബീന്റെ രൂപമായി എന്റെ രൂപമൊക്കെ. ആ അവസ്ഥയായിരുന്നു. എങ്ങനെയെങ്കിലും കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരേണ്ട ആവശ്യം. അതിനൊക്കെ പൈറസി സോണിലേക്ക് കൂടി പോയപ്പോ പൈറസി അറ്റാക്ക് നടന്നു. അപ്പോ ആം ഗാർഡ്സ് കപ്പലുണ്ടായിരുന്നു, പക്ഷെ അവർക്കും ഇതേ അവസ്ഥ. അവർ പറഞ്ഞു എന്തൊരു കോപ്പിലെ കപ്പലാണ് നിങ്ങൾ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്, ഈ കപ്പല് സ്പീഡില്ല, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള പേപ്പറും കാര്യമൊന്നുമില്ല, അതേപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ഇത്, ഫുഡില്ല, വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, ഇതൊക്കെയായി. പിന്നീട് നമ്മൾ ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് കടലിലെ വെള്ളമാണ്. കടലിലെ വെള്ളം രാവിലെ ഒരാളെ ഡ്യൂട്ടിയാണ് കടലിലെ വെള്ളം ബക്കറ്റിൽ കോരി ഡ്രമ്മിൽ നിറച്ചു വെക്കുക. ഈ ഡ്രമ്മിൽ നിറച്ചു വെച്ച് രാവിലെ ആകുമ്പോൾ ആ ഡ്രമ്മിലെ ഉപ്പ് വെള്ളമായിരുന്നു നമ്മൾ ടോയ്ലറ്റ്സ് പോകാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ബ്രൗൺ കളർ വെള്ളം. അതുകൊണ്ട് ഞാൻ കുളിക്കാറേ ഇല്ല കുറെ കാലത്തേക്ക്. പിന്നെ ഞാൻ വിളിച്ചു ഇതിനേക്കാളും നല്ലത് ഉപ്പ് വെള്ളത്തിൽ തന്നെ കുളിക്കുന്നതാണ്. അങ്ങനെ ഉപ്പ് വെള്ളത്തിൽ തന്നെ കുളിക്കാറായി. പിന്നെ മുടിയൊക്കെ കൊഴിഞ്ഞു. പിന്നെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. ഏകദേശം ഭയങ്കരമായിട്ട് അനുഭവിച്ചു. നരകം എന്ന് പറഞ്ഞത് ഞാൻ എല്ലാരും കേട്ടിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ അത് നരകം കിട്ടുമെന്ന്. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നരകം ഞാൻ അനുഭവിച്ചു. എന്നിട്ട് ആ കപ്പലിൽ നിന്ന് എങ്ങനെയല്ലോ ഞാൻ 9 മാസം കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ അകത്ത് ഇറങ്ങി പുറത്ത് വന്നപ്പോൾ, പുറത്ത് ദുബായിൽ നിന്നായിരുന്നു ഞാൻ ഇറങ്ങിയത്. ഇറങ്ങിയ പാടനെ ഞാൻ അവിടുന്ന്
ഒരു നല്ല പോലത്തെ ഒരു ഫുഡ് കുറെ കാലത്തിന് ശേഷം ഞാൻ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്ന് നല്ലപോലെ ഉറങ്ങിയിട്ട് അവസാനം ഞാൻ നാട്ടിലെത്തിയിട്ട് വീട്ടില് എന്റെ അമ്മ കാണുമ്പോൾ അതേ അവസ്ഥ, ഞാൻ എങ്ങനെയാണോ മുംബൈയിൽ നിന്ന് വന്നത് അതേ അവസ്ഥയായിരുന്നു ഞാൻ കപ്പലിൽ പോയിട്ട് വന്നത്. അതിനേക്കാളും മോശമായിരുന്നു. കപ്പലിൽ ചൂട് സഹിക്കാൻ പറ്റാതെ അവസാനം എല്ലാവരും മൊട്ടയടിച്ചു. കാരണം വേർത്തിട്ട് മുടിയൊക്കെ കൊയ്യാൻ തുടങ്ങി. അതിനേക്കാളും നല്ല മൊട്ടയടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും മൊട്ടയടിച്ചിട്ടായിരുന്നു കപ്പലിൽ നടന്നുകൊണ്ടിരുന്നത്. കപ്പലിലെ സ്ഥിതി കാണുമ്പോൾ ഏകദേശം നമ്മൾ പഴനിക്കോ അല്ലെങ്കിൽ മറ്റേ തിരുപ്പതിയിലോ പോയ അവസ്ഥയായിരുന്നു. എല്ലാവരും മൊട്ടയടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അവിടെ. അപ്പോ ഇതിനകത്ത് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ മൊട്ടയടിച്ചിട്ടുള്ളതല്ലോ, എല്ലാവരും മൊട്ടയടിച്ചു കൊടുക്കലും ഇതൊക്കെയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഷിപ്പിൽ കയറിയപ്പോഴാണ് ഞാൻ ജിമ്മിലൊക്കെ പോയായിരുന്നു കുറച്ചു കാലത്തേക്ക്. പിന്നെ സിയും കേടായി, പണിയോട് പണി. പിന്നെ കരുതി ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തായാലും ചത്തുപോകും. അതുകൊണ്ട് അതൊന്നും വേണ്ട, ഉള്ളത് തിന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരിക. പിന്നീട് ഞാൻ കപ്പലിലേക്ക് നാട്ടിൽ വന്നല്ലോ. നാട്ടിൽ വന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും അതേ കമ്പനിയിൽ നിന്ന് വിളി വന്നു. അർജന്റ് ആണ്, കയറിയേ പറ്റൂന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ പറ്റില്ല, എനിക്ക് പേപ്പേഴ്സും കാര്യങ്ങളും പിന്നെ എക്സാംസും ഇതെല്ലാം ഉണ്ട്. അപ്പൊ സർട്ടിഫിക്കറ്റ് എല്ലാം ആക്കണമെങ്കിൽ എനിക്ക് ടൈം വേണം, എന്നിട്ട് കയറിക്കൊന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആ കമ്പനി എന്നെ വിളിച്ചു. കമ്പനി വിളിച്ചിട്ട് എല്ലാം ഓക്കെയാണ്, നിനക്ക് സാലറി തരുന്നത് $400 സാലറി ആയിരിക്കും. ഞാൻ പറഞ്ഞു $400? $250 ഇപ്പൊ പണിയെടുത്തു, എന്നിട്ട് ഒരു വലിയ കയറ്റമൊന്നും ഇല്ലാണ്ട് വെറും $400 നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് എല്ലാം റെഡിയായിട്ട് കോൺട്രാക്ട് കിട്ടുമ്പോഴാണ് കാണുന്നത് ഞാൻ ഇപ്പോ ഇത്രയും നരകം അനുഭവിച്ച അതേ കപ്പലിലായിരുന്നു പിന്നീട് എനിക്ക് കോൺട്രാക്ട് കിട്ടിയത്. പിന്നീടും ഞാൻ അതേ കപ്പലിൽ പിന്നെയും പോയി. കോപ്പ്, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ ഭഗവാനെ. അങ്ങനെ 2ാമത്തെ കോൺട്രാക്റ്റും അതേ കപ്പൽ ഞാൻ ചെയ്തു. നിങ്ങൾ ആലോചിച്ചോക്കട്ടെ. അതായത് നരകം എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പിന്നെ നരകത്തിലേക്ക് പോയി. കാരണം വീട്ടിലെ അവസ്ഥ അതാണ്. കാരണം കുറെ ആണുങ്ങളും ജീവിക്കുന്നത് എന്താ പറയേണ്ടത്, വീട്ടിലെ കഷ്ടപ്പാടും ദുരിതവും ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. പെൺകുട്ടികൾ പറയും ഞങ്ങൾ അടുക്കള പണി എടുക്കാനാണോ ഞങ്ങൾ ജനിച്ചതെന്ന്. പക്ഷെ ആണുങ്ങൾ ജനിച്ചത് പണിയെടുത്ത് അവസാന ഘട്ടത്തിൽ എന്താ പറയേണ്ടത് ഒരു മൂലക്കാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ആണായിട്ട് ജനിച്ചതെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ആണായിട്ട് ജനിച്ചത് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്റെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. താങ്ക് യു.